പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ വീട് തകർന്ന മരണമടഞ്ഞ റജീനയ്ക്കും മകൻ ജോസഫൈനും നാട് കണ്ണീർ പ്രണാമം അർപ്പിച്ചു. മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റജീനയുടെയും മകൻ ജോസഫൈൻ്റെയും സംസ്കാര കർമ്മങ്ങൾ നടന്നു. മൃതദേഹങ്ങൾ രാവിലെ 11:30 മുതൽ പയ്യാനിത്തോട്ടം ഹോളി സ്പിരിറ്റ് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാര കർമ്മങ്ങൾ ഉച്ചകഴിഞ്ഞ് 3-ന് പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൻസ പള്ളിയിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകൾക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട്, മോൺസിഞ്ഞോർ ജോസഫ് തളത്തിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരിച്ചാലും ജീവിക്കും എന്ന് ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞല്ലോ. ആ ചിന്തകളാൽ നമ്മൾ നിറയപ്പെടേണ്ട മണിക്കൂറാണ്. വളരെ സത്യസന്ധമായ രീതിയിൽ കർമാർത്ഥതയോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ചെയ്ത ഒരു വ്യക്തിയായിരുന്നുവെന്ന് ഇവരോട് ബന്ധപ്പെട്ട എല്ലാവരും ഈ മണിക്കൂറുകളിലൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടതാണ്. കൊച്ചു കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ഒരു ശുശ്രൂഷകൻ, ഭർത്താവിനെ പോലെ എപ്പോഴും എല്ലാവർക്കും എന്തും ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു സേവനത്തിൻ്റെ വ്യക്തിയായിട്ട് മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിന്നു. ഹോളി സ്പിരിറ്റ് പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മന്ത്രി മോൻസ് ജോസഫ് അന്തിമോപചാരം അർപ്പിച്ചു. ആന്റോ ആന്റണി MP, MJ സെബാസ്റ്റ്യൻ MLA എന്നിവരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടെ ആയിരങ്ങളാണ് മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്.